ഹലോ ഗായ്സ്, ഞാനേ ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം ഇത് അറിയാവുന്നവരുണ്ടാവും, കാരണം ഇവിടെ യു കെയിലൊക്കെ ഒത്തിരി നാളായിട്ടുള്ളവർ, പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷെ പുതിയതായിട്ട് വന്ന പലർക്കും അറിയാൻ പാടില്ലാത്തവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഇല്ലേ, അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ അലുമിനിയം ഫോയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കാരണം സ്റ്റെയിൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അലുമിനിയം ഫോയിൽ ഇടുന്നതും നമുക്ക് കാണുമ്പോൾ ഒരു നല്ല ലുക്ക് തരത്തില്ല, കാരണം അതിൽ തീയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബേണാകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് റേഞ്ചിൻ്റെ ടോപ്പ് എല്ലാം ഒരുവിധം വൈറ്റ്, ചിലത് വൈറ്റ് ടോപ്പായിരിക്കും. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാൻ. കാരണം നമ്മൾ മലയാളീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓയിൽ അങ്ങനെ എപ്പോഴും തന്നെ നമ്മൾ കുക്ക് ചെയ്യുമല്ലോ. ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ അവിടെ അധികം അങ്ങനെ അവർ കുക്ക് ചെയ്യത്തില്ല, അവർ ജസ്റ്റ് സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള ഇതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അത്ര ഓയിലിൻ്റെ ആ സ്റ്റെയിനിൻ്റെ അത്ര ഇത് വരത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഇതാണ് സിഫിൻ്റെ ക്ലീൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം കൺസിസ്റ്റൻസി വരുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മളിത് ഒഴിച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്തൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ടോപ്പൊക്കെ നല്ല പളപ്പളാന്നിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. അപ്പം അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയത്തില്ലാത്തവർക്ക് പുതിയൊരു അറിവ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ. അടുപ്പ് ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആണ് കേട്ടോ. ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഈയിടെ നമ്മൾ കുക്ക് ചെയ്തപ്പോൾ ആയൊരു സ്റ്റെയിനാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ ഈ സ്റ്റെയിൻ ഉള്ളിടത്തെല്ലാം ഇച്ചിരിച്ച് ഇങ്ങനെ ഇറ്റിച്ചിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെയിനും പോലും പോകും കേട്ടോ. എത്ര നാളത്തെ സ്റ്റെയിൻ ആണെങ്കിലും ഈവൻ നമ്മുടെ ടോയ്ലറ്റിലുള്ള ഇതില്ല, അതും ഒക്കെ ഇത് പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ഇച്ചിരി ഇറ്റിച്ചു കൊടുക്കും. ഇനി ഇതൊരു നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെച്ചാൽ, അപ്പം തന്നെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു 5 to 10 minutes ഒന്ന് അങ്ങനെ ലീവ് ചെയ്യും. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ സമയത്തൊന്ന് ഇതൊന്ന് ലീവ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ലീവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തുടച്ച് നോക്കാം കേട്ടോ. കുറച്ച് നേരം വെച്ചു, എന്നിട്ട് ഞാനിത് ഞാൻ ഉടച്ച് നോക്കാം. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു സ്പഞ്ചില്ലേ, അതിൻ്റെ ഈ ഇച്ചിരി ഹാർഡായിട്ടുള്ള വശമാണ് എടുത്തേക്കുന്നത്. അപ്പം മറ്റേ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. കണ്ടല്ലോ എല്ലാവരും, സൂപ്പറായിട്ട് നമ്മുടെ അടുപ്പ് നല്ല ക്ലീനായി. അപ്പം ഇവനാണ് സൂപ്പർ അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. അറിയത്തില്ലാത്തവർക്കുള്ള പുതിയൊരു ഇതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലാത്ത ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പം എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. പ്രമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ഉപയോഗിച്ച് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.